നമ്മുടെ നാട്ടിലെല്ലാം ഇപ്പോൾ വളരെയധികം പ്രശ്നങ്ങൾ രൂക്ഷമാകുന്ന ഒരു വിഷയമാണ് LGBTQ+ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി. അതായത് നമ്മൾ ട്രാൻസ്ജെൻഡർ, ഹോമോസെക്ഷൽ ആയിട്ടുള്ള അവരുടെ ഒരു കമ്മ്യൂണിറ്റിയാണ് LGBTQ+. അതിപ്പോഴും അക്സെപ്റ്റ് ചെയ്യാത്ത നിരവധി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇന്ത്യയിലടക്കം അത് അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു 50% ആൾക്കാരുണ്ട്, അതിന് അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. യഥാർത്ഥത്തിൽ ഇത് അക്സെപ്റ്റ് ചെയ്യണോ അതോ അക്സെപ്റ്റ് ചെയ്യണ്ടേ എന്നുള്ളത് ഇപ്പോഴും വ്യക്തമാകാത്ത ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ വലിയ പ്രശ്നം ഇല്ലാത്തത്തോളം സാഹചര്യത്തിൽ അത് അക്സെപ്റ്റ് ചെയ്യാം. അതിന് ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് പലരും അവകാശപ്പെടുന്നത്. അതേസമയം ഇന്ത്യയിൽ ഇപ്പോഴും അവർക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള പല നിയമങ്ങളും അല്ലെങ്കിൽ അവർക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സൊസൈറ്റി ഒക്കെ രൂപപ്പെടുന്നുണ്ട്. അതേസമയം ഇസ്ലാമിക രാജ്യമായ ഇറാനിലും അതുപോലെ തന്നെ ഇന്തോനേഷ്യയിലും സൗദി അറേബ്യയിലും എല്ലാം ഈ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് വളരെയധികം വലിയ തെറ്റാണ്. അതായത് വധശിക്ഷ വരെ, വധശിക്ഷ വരെ ലഭിക്കും എന്ന രീതിയിലുള്ള ഒരു കുറ്റകൃത്യമാണ് ഈ ഹോമോസെക്ഷുവാലിറ്റി. അത്തരത്തില് ഇന്തോനേഷ്യയില് 2 യുവാക്കൾക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു ശിക്ഷ നടപ്പാക്കിയിരിക്കുകയാണ്. ഹോമോസെക്ഷുവാലിറ്റി അയാളുടെ ഒരു വ്യക്തി സ്വാതന്ത്ര്യമാണ് അയാളുടെ ലൈംഗികത. അത് അവർ എൻജോയ് ചെയ്തു. 2 യുവാക്കൾ അവരുടെ സമ്മതപ്രകാരം ഹോമോസെക്ഷുവാലിറ്റിയിൽ ഏർപ്പെട്ടു എന്നതിന്റെ പേരില് ഒരു യുവാവിന് 72 തവണ ചാട്ടവാറടിയും മറ്റൊരു യുവാവിന് 62 തവണ ചാട്ടവാറടിയേറ്റിട്ടുണ്ട്. അതും പബ്ലിക്കിന്റെ മുന്നിൽ വെച്ച്. അത്ര രൂക്ഷമായിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഭയങ്കര ഹാർഡായിട്ടുള്ള ചാട്ടവാർ ഉപയോഗിച്ചുകൊണ്ടാണ് അവർക്ക് അത്തരത്തിലുള്ള ശിക്ഷ നടപ്പാക്കിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മാനസിക രോഗമാണെന്ന് വരെ പറയുന്ന ഒരു സമൂഹമാണ് അവിടെ ഉള്ളത്. അവർക്കെതിരെയാണ് ഇത്തരത്തിൽ ചാട്ടവാറടി എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കൊരു ഭയമാണ്. യഥാർത്ഥത്തിൽ 72 പ്രാവശ്യം സമൂഹത്തിന്റെ മുന്നിൽ വെച്ച് അവർക്ക് അത്തരത്തിൽ അടിയേൽപ്പിക്കപ്പെട്ടു അത് മറ്റുള്ളവർ അത് പകർത്തുന്നുണ്ട്. ആ ഒരു വിഷ്വൽസ് ആണെങ്കിലും പകർത്തുന്നുണ്ട്. പക്ഷെ അതിലൊന്നും സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞു, എനിക്കിപ്പോഴും ഹോമോസെക്ഷുവാലിറ്റി നല്ലതാണോ അല്ലെങ്കിൽ ഇത്തരത്തിൽ LGBTQ+ കമ്മ്യൂണിറ്റി നല്ലതാണോ എന്നുള്ളതിൽ ഒരു അഭിപ്രായം ഇപ്പോഴും പറയാൻ പറ്റില്ല. പക്ഷെ ഇത്തരത്തിലുള്ള ശിക്ഷാ നടപടി അത് വളരെയധികം വേദനാജനകമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യം തന്നെയാണ്. അതായത് ഇപ്പോ ഒരു ആണിനോട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. കാരണം ഇതൊന്നും ഒരു നിയമത്തിന് വിരുദ്ധമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മാത്രമല്ല അത് ശിക്ഷാ നടപടിക്ക് ഉള്ളതാണെന്നുള്ളത് അവിടെ ഉണ്ട്. അതായത് അവിടെ ഇസ്ലാമിക നിയമങ്ങളാണ് പിന്തുടരുന്നത്. അതിനകത്ത് അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഹോമോസെക്ഷുവാലിറ്റി ഇത് തെറ്റാണെന്നുള്ളത്. അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. അതായത് ഒരു ഇസ്ലാമിക നിയമം അല്ലെങ്കിൽ അവരുടെ നിയമങ്ങൾക്ക് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ ഒരാളോട് കാണിച്ചൊരു ക്രൂരതയായിട്ടാണ് ഈ ശിക്ഷാ നടപടിയോട് എനിക്ക് തോന്നിയത്. തെറ്റാണെന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത ഈ രണ്ടുപേർക്കും എന്താ പറയുക പ്രശ്നം ഇല്ലെങ്കിൽ പിന്നെ ആർക്കാണ് അവിടെ പ്രശ്നം? യഥാർത്ഥത്തിൽ അത് ശരിയാണ്. പക്ഷെ ഇപ്പോഴും അതിന് എന്താണ് ഈ ഹോമോസെക്ഷുവാലിറ്റി എന്നുള്ളത് ശരിയാണോ തെറ്റാണോ എന്ന് പറയപ്പെടുന്നതിലും അപ്പുറം ഒരു മനുഷ്യന്റെ മാനുഷിക അവകാശം എന്ന നിലയ്ക്ക് അവരെ ആ 2 പേരെയും അത്രത്തോളം ആക്രമിച്ചിട്ടുള്ളത് വളരെ മനുഷ്യാവകാശ ലംഘനമാണെന്ന് തന്നെ പറയേണ്ടി വരും. അത്തരത്തിലുള്ള ക്രൂരമായ മർദ്ദനമാണ് ഈ ചാട്ടവാറടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടുത്തെ നിയമങ്ങൾ ഇനി അപ്പൊ മാറ്റേണ്ട ഒരു അവസ്ഥയിലാണ്, അല്ലെങ്കിൽ അത് ഇനിയെങ്കിലും മാറ്റണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കിപ്പോ ഉള്ളത്. കാരണം ഇത് മാനസിക രോഗമാണെന്ന് പറയപ്പെടുകയും ഈ മാനസിക രോഗത്തിന് ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിലൂടെ എന്ത് അർത്ഥമാണുള്ളത്? യഥാർത്ഥത്തിൽ അത് ഒരു മാനസിക രോഗമാണോ? അങ്ങനെ പറയാനും പറ്റില്ല. മാനസിക രോഗമാണെന്നൊന്നും ചോദിച്ചാൽ നമുക്ക് അതിനകത്ത് ഉത്തരമില്ല. കാരണം അത് ഓരോരുത്തരുടെ തോട്ട്സ് ആണ്, ഓരോരുത്തരുടെ ചിന്തകളാണ്. അത് അവരവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. ഇപ്പൊ അവരെയും കൊണ്ട് മറ്റുള്ള ഒരാൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവുമ്പോഴാണ് അതൊരു പ്രശ്നമായിട്ട് മാറുന്നത്. അല്ലാത്ത പക്ഷം നമുക്കത് പ്രശ്നമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഈ ഒരു കേസിലാണെങ്കിൽ 2 പേരുടെ സമ്മതത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുള്ളത്. അതിനകത്ത് തെറ്റാണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവർക്ക് തമ്മിൽ ഒരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല. പിന്നെ അവിടുത്തെ ഒരു നിയമപ്രകാരം ഇങ്ങനെ ചെയ്യാൻ പാടില്ല അതൊരു കേസായിട്ട് അവരെടുത്തു, അതിനുള്ള ശിക്ഷ കൊടുത്തു, അത്രേ പറയാൻ പറ്റുള്ളൂ. അതിപ്പോ നമ്മളിപ്പോ ഇന്ത്യയിലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ശിക്ഷ ലഭിക്കില്ല. അങ്ങനെയുള്ള ഒരു വ്യത്യാസമാണ്. ഇപ്പൊ അമേരിക്കയാണെങ്കിലും ഇപ്പൊ ഇതിനോടൊന്നും അധികം പൊരുത്തപ്പെടാൻ അവർക്ക് പറ്റില്ല. യഥാർത്ഥത്തില് ഇത് തെറ്റാണെന്ന് അക്സെപ്റ്റ് ചെയ്തു. അതായത് തെറ്റാണ്, അവരുടെ ഒരു വിശ്വാസപ്രകാരം തെറ്റാണ്. പക്ഷെ ഇത്രയും ക്രൂരമായ ഒരു ശിക്ഷാ നടപടി അതുണ്ടോ? അതായത് ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യം, നമ്മളിപ്പം സംസാരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കത് വ്യക്തി സ്വാതന്ത്ര്യമാണ്, നമുക്കത് സംസാരിക്കാനുള്ള അവകാശമുണ്ട്, ഇതൊരാളുടെ അവകാശമാണെന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷെ ഇന്തോനേഷ്യയിലും ഇറാനിലും പോയിട്ട് അത് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മളെ തല വരെ അറുത്ത് കളയുന്ന ഒരു നിയമമാണ് ഇപ്പൊ അവിടെ ഉള്ളത്. യഥാർത്ഥത്തിൽ അതിന് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല തീർച്ചയായിട്ടും. കാരണം എനിക്ക് തോന്നുന്നു
ഞാനിപ്പോ ഒരു ഹോമോസെക്ഷൽ ആണ്, അല്ലെങ്കിൽ അപ്പോൾ ഞാൻ വേറൊരു പെൺകുട്ടിയോട് ഇഷ്ടമുണ്ടാവില്ല, എന്നാലും നമ്മൾ ഒരാള് നിർബന്ധിച്ച് ഒരു പെൺകുട്ടിക്ക് ജീവിതം കൊടുത്തു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ജീവിതമാണ് നമ്മൾ നശിപ്പിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരാള് ഞാൻ മറ്റൊരു ആൺകുട്ടീനെ മാത്രമേ അക്സെപ്റ്റ് ചെയ്യാവുള്ളൂ എന്നുള്ള രീതിയാണ് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ ഹോമോസെക്ഷാലിറ്റി ആയിട്ടുള്ള ഒരാള് അപ്പൊ അവരുടെ സെയിം ജെൻഡറിലുള്ള ഒരാളെ തന്നെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊരാളെ സെലക്ട് ചെയ്തിട്ട് ആ ഒരാളുടെ ജീവിതം കൂടെ നശിപ്പിക്കുന്നത് അത് നമ്മളൊട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പൊ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഇല്ലെ കേരളത്തിൽ തന്നെ നിരവധി ഒരു മാതൃകകൾ അങ്ങനെ ഉണ്ട്, നമ്മൾ കണ്ടിട്ടുമുണ്ട്. അതായത് ഇപ്പൊ ഡോക്ടറിന്റെ ഇതൊരു അസുഖമാണ്, ഇത് നിങ്ങളൊരു പെണ്ണിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു അസുഖം മാറും, ഇല്ലെങ്കിൽ നിങ്ങളുടെ മാനസികാവസ്ഥ മാറും എന്ന് പറഞ്ഞ് പ്രേരിപ്പിച്ച് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ആ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ച്, അല്ലെങ്കിൽ ജീവിതം നശിപ്പിക്കുക എന്നതിലുപരി അവര് ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബജീവിതം ആഗ്രഹിച്ച സമയത്ത് അതിനെ മുഴുവൻ തകർത്ത് ആ പെൺകുട്ടിയെ മാറ്റി പിന്നെ വീണ്ടും വേറൊരാളുമായിട്ടൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ ആണ് എന്റെ സ്വത്വം എന്താണെന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ എന്റെ ഇഷ്ടങ്ങൾ ഇന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണല്ലോ ഏറ്റവും ബെറ്റർ. ഇങ്ങനത്തെ ഒരു അവസ്ഥ നമ്മുടെ ഇന്ത്യയിൽ, അല്ലെങ്കിൽ ഇതിനെയൊക്കെ എതിർക്കുന്നത് കൊണ്ടായിരിക്കാം ഒരു പരിധിവരെ എല്ലാവരും ഇപ്പൊ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ഇതിനെല്ലാം നടക്കുന്നത്. കാരണം നമുക്ക് ഇപ്പോഴും അറിയാത്തതായിട്ടുള്ള നിരവധി ആളുകൾ ഇത്തരത്തിൽ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. കാരണം നമ്മൾ കുറെ ന്യൂസുകൾ അതിനെപ്പറ്റി കേട്ടിട്ടുള്ളതാണ്. കാരണം ഇത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ പേടിച്ചിട്ട് പലരും ഇത് ഒളിച്ചു വെച്ചിട്ട് ഇത്തരത്തിൽ ഇപ്പൊ മുന്നോട്ട് പോവുകയും അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നതായിട്ടുള്ള ആൾക്കാരുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോഴും ആളുകൾ യൂസ് ചെയ്യുന്ന പല ആൾക്കാരുണ്ട്. അപ്പോൾ യഥാർത്ഥത്തില് അവരെ അക്സെപ്റ്റ് ചെയ്താൽ, ഇല്ലെങ്കിൽ അവർക്കൊരു നിയമം കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ അല്ലെങ്കിൽ അക്രമങ്ങളും ഇങ്ങനത്തെ പ്രശ്നങ്ങളും കുറയുമായിരിക്കാം, അല്ലേ? ഈ ഒരു കേസിൽ തന്നെ പലർക്കും പല അഭിപ്രായങ്ങളുണ്ട് സമൂഹത്തിലാണെങ്കിൽ തന്നെ. ഇപ്പോൾ കോളേജ് കുട്ടികളിലാണെങ്കിൽ തന്നെ ഒരു പെൺകുട്ടി ഈ ഒരു കാര്യത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കുട്ടിയുടെ അഭിപ്രായം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു എന്താ പറയുക മാനസികപരമായിട്ടുള്ള ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടെങ്കിൽ, ശാരീരികപരമായിട്ടല്ലെങ്കിലും മാനസികപരമായി ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടെങ്കിൽ അതിന് നല്ലൊരു കൗൺസിലിംഗ് കൊടുക്കുകയോ അല്ലെങ്കിൽ അതിന് വേണ്ടി ട്രീറ്റ്മെന്റ് കൊടുത്ത് അതിനോട്ട് മാറ്റുക. നമ്മുടെ ശാരീരികപരമായിട്ട് നമ്മൾ എങ്ങനെയാണോ ആ ഒരു ഭാഗത്തോട്ട് ആ ഒരു സ്വഭാവത്തോട്ടും കൂടി മാറ്റുക എന്നുള്ളതാണ് ആ ഒരു കുട്ടി ഇതിനകത്തൊരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ട്. പിന്നെ പറയും അവരവരുടെ ഇഷ്ടമല്ലേ, അതിനനുസരിച്ചിട്ട് ശസ്ത്രക്രിയകളൊക്കെ ചെയ്തിട്ട് അവരുടെ സ്വഭാവം എന്താണോ അതിനനുസരിച്ചിട്ട് അവരുടെ ശരീരവും കൂടെ മാറട്ടെ, എന്നിട്ട് അവർ അതിനനുസരിച്ച് ജീവിക്കട്ടെ എന്ന് പറയുന്ന രണ്ട് കാറ്റഗറി നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉള്ളത്. അപ്പോ ഇവര് നമ്മളെ പോലെ തന്നെ മനുഷ്യരാണ് എന്നുള്ളൊരിതുണ്ട്. നമുക്ക് ദോഷകരമല്ലാത്ത രീതിയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക തന്നെ ചെയ്യാം ഒരു കാറ്റഗറി. കാരണം നമ്മുടെ പൊതുസമൂഹത്തെ അക്സെപ്റ്റ് ചെയ്യാൻ ദോഷകരമായി ബാധിക്കാത്ത എന്തിനെ അക്സെപ്റ്റ് ചെയ്യുന്നതിന് ഈ ഒരു കേസ് മാത്രമല്ല, മറ്റു വേറെ ഇതിലും വലിയ ക്രൂരതകൾ ചെയ്യുന്ന, ഇതൊരു ക്രൂരതയായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, ചെയ്യുന്ന കുറെ കേസുകളിൽ വേണ്ട നടപടി പോലും എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളെയൊക്കെ വലുതാക്കിയിട്ട് അതിനകത്ത് നടപടി എടുക്കേണ്ട ഒരു തീരുമാനം തികച്ചും തെറ്റായ ഒരു രീതി തന്നെയാണ്. കാരണം നമ്മൾ വേണ്ട കാര്യങ്ങളിലോട്ട് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് അതിനുള്ള നടപടികൾ സ്വീകരിക്കുക, അതാണ് കുറച്ചും കൂടെ നല്ലൊരു എന്താ പറയാ ഒരു രാഷ്ട്രീയപരമായിട്ടും ആണെങ്കിലും സമൂഹത്തിന് നല്ലതല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. അല്ലാതെ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും വലുതാക്കി എടുക്കേണ്ട ഒരു ആവശ്യം ഇല്ല. തീർച്ചയായിട്ടും. കാരണം ഇത് ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതിനെ ഹനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ നമ്മൾ തന്നെ പറയും നമുക്ക് എല്ലാവർക്കും ഫ്രീഡം ഉണ്ട് സമൂഹത്തില്, നമുക്ക് എന്ത് ഇഷ്ടമുണ്ട്, നമ്മുടെ എന്ത് ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമുക്ക് ജീവിക്കാനുള്ള ഒരു ഫ്രീഡം ഉണ്ട് നമുക്ക് ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ അതിന് വിരുദ്ധമായിട്ട് ഇങ്ങനെ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതെ. അപ്പം നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനെ ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സമൂഹം നമ്മുടെ ഇടയിൽ വളർന്നു വരുന്നുണ്ട്. അപ്പം യഥാർത്ഥത്തില് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം ഇവർക്ക് ഇത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്യാനുള്ള പ്രവണത കൂടുന്നത്. ഏതെങ്കിലും ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു കാലഘട്ടത്തിലാണ് ഇങ്ങനെയുള്ള ഒരു കാറ്റഗറി വൈസസ് ഒക്കെ അല്ലെ ഉടലെടുക്കാൻ തുടങ്ങിയത്. ഇതിന് മുമ്പേ ഇങ്ങനെയുള്ള ഒന്നുമില്ല, സ്ത്രീ എന്നും പുരുഷൻ എന്നുമുള്ള ഒരു കാറ്റഗറി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് ഇങ്ങനെയുള്ള കുറെ കാറ്റഗറീസ്, അതിനകത്ത് വേറെ കുറെ കാറ്റഗറി വൈസസ് ഒക്കെ വരുന്ന തുടങ്ങിയത്. യഥാർത്ഥത്തില് അപ്പം ഇത്തരത്തിലുള്ള ആളുകൾ ചെയ്യുന്ന തെറ്റാണെങ്കിൽ പോലും ഈ ഒരു ശിക്ഷാ നടപടികൾ വളരെ മോശമായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള ശിക്ഷാ നടപടികൾ നമ്മൾ തന്നെ മനസ്സിലാക്കി അതിന് മാറ്റം വരുത്തണം. കാരണം ഇതൊരിക്കലും ഒരാളുടെ ജീവൻ അപകടകരമായ രീതിയിൽ ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. ഈ ഒരു തെറ്റെന്ന് പറയുന്നത് തെറ്റാണെങ്കിൽ അതൊരാളുടെ ജീവന് അപകടം ഉണ്ടാക്കുന്നില്ല. അപ്പൊ അയാളുടെ ജീവന് അപകടമാക്കുന്ന രീതിയിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നത് വളരെ മോശമായ കാര്യമാണ്. അത് ചെയ്യുന്ന ഭരണകൂടങ്ങൾ ഇതിന് എതിരെ പ്രവർത്തിക്കേണ്ടതാണ്. അതായത് അങ്ങനത്തെ ശിക്ഷാ നടപടികൾ
റദ്ദാക്കണമെന്നോ അല്ലെങ്കിൽ മറ്റൊരു ശിക്ഷാ നടപടി സ്വീകരിക്കുക തെറ്റാണെന്ന് ഇപ്പോഴും ഞാൻ അവകാശപ്പെടുന്നില്ല. എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ അങ്ങനെ ഒരു നടപടി സ്വീകരിക്കുക. അതിലൂടെ മാത്രമേ നമുക്കൊരു ചേഞ്ചസ് ഇനി ലോകത്തുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ.